ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓഗസ്റ്റ് 1 തീയതി. ഇന്നു മുതൽ നമുക്ക് ആത്മീയ ഭോജ്യം ഒരു പുതിയ കെട്ടിലും മട്ടിലും ലഭിക്കുന്നതാണ്. അല്പം കൂടി സമയം കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മൾ ഓരോ എപ്പിസോഡ് നടത്താനായിട്ട് ശ്രദ്ധിക്കുന്ന. ഞാൻ ഓർത്ത് നമുക്കൊരു ആത്മാവിനെ ഭക്ഷണം കൊടുക്കാൻ ഒരു 6 മിനിറ്റ് വചനം, അതോടൊപ്പം ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു ആശീർവാദം, ഇങ്ങനെ ഒരു 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയാണ്. നേട്ടം പോയ ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നു മുതൽ നമ്മൾ ആത്മീയ ഭോജ്യത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം, നമ്മുടെ തലമുറ നമ്മളായിട്ട് നശിപ്പിക്കാമോ? തലമുറയ്ക്ക് നാം അനുഗ്രഹമായി മാറണം, അതല്ലാതെ ഭാരമായി മാറരുത്. ഭാരപ്പെടുന്ന ഒരു തലമുറയ്ക്ക്, നാശം നേരിടുന്ന ഒരു തലമുറയ്ക്ക് ഒരിക്കലും നമ്മൾ ജന്മം കൊടുക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരാൾ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ വല്യപ്പനായിട്ട് കഠിനാധ്വാനിയാണ്, ഇഷ്ടംപോലെ സമ്പാദിച്ചു, അതൊക്കെ എൻ്റെ അപ്പന് കിട്ടി. എൻ്റെ അപ്പൻ മദ്യപാനിയായിട്ട് അതെല്ലാം നശിപ്പിച്ചു. അവസാനം മക്കളായ ഞങ്ങൾക്ക് നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് കടബാധ്യതയും അപമാനവും. വല്യപ്പനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തതെല്ലാം അപ്പനായിട്ട് നശിപ്പിച്ചു. മക്കൾ ഇന്ന് അനുഭവിക്കുന്നത് അപമാനവും അതുപോലെ തന്നെ കടബാധ്യതയും. നമ്മുടെ ഈ വരും തലമുറയ്ക്ക് നാശം വിതയ്ക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു 3-4 കാര്യമാണ് പെട്ടെന്ന് നമ്മളൊന്ന് കണ്ടുപോവുക. ഒന്നാമത്തെ കാര്യം, വേര് അറക്കപ്പെട്ട കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അത് സംഭവിച്ചത്? വേണമെങ്കിൽ ഈ മന്ത്രവാദം, കൂടോത്രം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ പോയിട്ട് അവരുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യദൈവ ആരാധന നടത്തിയാൽ നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. അതുപോലെ തന്നെ ഏശയ്യാ 47-ന്റെ 12-ാമത്തെ വചനം എടുത്താൽ, നിങ്ങൾ ചെറുപ്പം മുതൽ അനുവർത്തിച്ചു പോകുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക, അവ നിങ്ങളിൽ വിജയിച്ചേക്കാം, ഫലമുണ്ടായേക്കാം, പക്ഷെ അവസാനം നിങ്ങൾ കത്തിച്ചാരമാകും. ഇങ്ങനെ അധപ്പതിച്ച കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. വേരറക്കപ്പെട്ട കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പനായിട്ട് തീയിട്ടു, മക്കളായിട്ട് ഇന്ന് ചാരമായി മാറിയിരിക്കുന്നു. ഈ ഒരു പാപത്തിലേക്ക് ഒരു കാരണവശാലും നമ്മൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് പ്രൗഢി, അഹങ്കാരം. എസെക്കിയേൽ 16-ന്റെ 49 വായിച്ചാൽ സോദോമിൻ്റെ പാപം പ്രൗഢിയായിരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. എസെക്കിയേൽ 37-ന്റെ 29 സെന്നക്കെരുവിൻ്റെ അഹങ്കാരം, അതുമൂലം അവനുള്ള ശിക്ഷ എത്ര കഠിനമായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് പറഞ്ഞത്, എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. അത് ചെറിയ ശിക്ഷയല്ല എന്നുള്ളത് നമുക്കറിയാം. സുഭാഷിതങ്ങൾ 16-ന്റെ 18 വായിച്ചാൽ അഹങ്കാരം നാശത്തിന് മുന്നോടിയാണ്, അഹന്ത അധപതനത്തിനും. മറ്റൊരു 3-ാമത്തെ ഒരു കാര്യമാണ് അവിശ്വസ്തത, അഭിഹിത ബന്ധം. ഇത് നമ്മുടെ തലമുറയെ നശിപ്പിക്കും. അതാണ് സംഖ്യ 14-ന്റെ 33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് മക്കൾ 40 വർഷം മരുഭൂമിയിൽ നാടോടികളായിട്ട് അലയും. മാതാപിതാക്കൾ അവിശ്വസ്തത കാണിച്ചാൽ മക്കൾക്കുണ്ടാകാവുന്ന അവസ്ഥ. പ്രഭാഷകൻ 23-ന്റെ 25 വായിച്ചാലോ, അഭീത ബന്ധത്തിലുണ്ടായ മക്കളുടെ വേര് പിടിക്കത്തില്ല. അങ്ങനെ ഒരു ശാപം പേറുന്ന ഒരു തലമുറയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ ജന്മം കൊടുക്കരുത്. 4-ാമത്തെ കാര്യമാണ് അധർമ്മം. അത് വളരെ ഗൗരവമുള്ള പാപമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന ഒരു പാപമാണ് അധർമ്മം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:19 വായിച്ചാൽ അധർമ്മിയുടെ തലമുറയ്ക്ക് ഗതി വരത്തില്ല, അവർക്ക് ഭീകരനാശം സംഭവിക്കും. അങ്ങനെയുള്ള പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധർമ്മം, ഈ ഇല്ലിസിറ്റ് ആക്ട്സ്, പ്രൊഹിബിറ്റഡ് ഡീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്, കർത്താവ് വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. 1 മക്കബായർ 3-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യൂദാസ് അധർമ്മികളെ തിരഞ്ഞു പിടിച്ച് അവരെ വധിക്കുന്നത്. അധർമ്മം അത്ര ഗൗരവമുള്ള പാപമായതുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. 2 മക്കബായർ 1-ന്റെ 17 വായിച്ചാൽ അധർമ്മികൾക്ക് ദൈവം തക്ക ശിക്ഷ നൽകും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മക്കബായർ 9-ന്റെ 9 വായിച്ചാൽ അധർമ്മിയായ അന്തിയോക്കസിനെ പിന്നീട് പുഴുവരിക്കുന്ന ഒരു രംഗം, ദുർഗന്ധം വമിക്കുന്ന ഒരു രംഗം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ 4 പാപങ്ങളിൽ പെടാതിരിക്കാൻ, അങ്ങനെ നമ്മുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ തീരുമാനമെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ.
കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.